أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ചായിരുന്നു വിവരിച്ചു വന്നിരുന്നത്. ഇന്ന് യർമൂക്ക് യുദ്ധത്തെക്കുറിച്ച് വിവരിക്കുന്നതായിരിക്കും. യർമൂക്ക് യുദ്ധം എപ്പോഴാണ് നടന്നത് എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ഹിജ്റ വർഷം 15 ഈ യുദ്ധം നടന്നത് എന്ന് ഒരു നിവേദനത്തിൽ വന്നിട്ടുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ ഡമാസ്കസ് വിജയത്തിന് മുമ്പ് ഹിജ്റ 13 ഇത് നടന്നത്. ഒരു നിവേദന പ്രകാരം ഹദ്രത്ത് ഉമറിന് ഏറ്റവും ആദ്യം യുദ്ധവിജയത്തെക്കുറിച്ചുള്ള സുവാർത്ത ലഭിച്ചത് ഈ യുദ്ധത്തിലാണ്. ആ സമയത്ത് ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായി 20 ദിവസം പിന്നിട്ടിരുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ ഏറ്റവും ആദ്യം വിജയ സുവാർത്ത ലഭിച്ചത് ഡമാസ്കസ് വിജയത്തെക്കുറിച്ചാണ്. എന്തായാലും ഡമാസ്കസ് വിജയത്തിന്റെ സുവാർത്തയെക്കുറിച്ചുള്ള നിവേദനമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. അതാണ് ആദ്യം നടന്നത്. യർമൂക്ക് യുദ്ധം ഹദ്രത്ത് ഉമറിന്റെ കാലഘട്ടത്തിൽ തന്നെ അരങ്ങേറി എന്നാണ് സാക്ഷ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. റോമക്കാർ യുദ്ധപരാജയം നേരിട്ട് ഡമാസ്കസ്, ഹോംസ് എന്നിവിടങ്ങളിൽ നിന്നും അന്താക്യയിലെത്തി. അന്താക്യ സിറിയയുടെ അതിർത്തി നഗരമാണ്. അറബികൾ സിറിയ നശിച്ചൊടുക്കിയെന്ന് ഹെറാക്ലിയസിനോട് ആളുകൾ പരാതി ബോധിപ്പിച്ചു. ഹെറാക്ലിയസ് ഏതാനും ബുദ്ധിമാന്മാരും പ്രമാണിമാരുമായ ആളുകളെ തന്റെ രാജസദസ്സിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ശക്തിയിലും അംഗബലത്തിലും സാധന സാമഗ്രികളുടെ കാര്യത്തിലും നിങ്ങൾ അറബികളെക്കാൾ വളരെ മുൻപന്തിയിലാണ്. എന്നിട്ടും എന്തേ നിങ്ങൾക്ക് അവരെ നേരിടാൻ സാധിക്കുന്നില്ല? അവർക്കെതിരെ എന്തുകൊണ്ട് പൊരുതി ജയിക്കാൻ സാധിക്കുന്നില്ല? അത് കേട്ട് അവരെല്ലാം തന്നെ ലജ്ജയോട് തലകുനിച്ചു. മറുപടി ഒന്നും തന്നെ നൽകിയില്ല. എന്നാൽ അവരിൽ ഒരു പരിചയസമ്പന്നനായ വൃദ്ധൻ പറഞ്ഞു, അറബികളുടെ ധാർമ്മിക ഗുണങ്ങൾ ഞങ്ങളെക്കാൾ എത്രയോ നല്ലതാണ്. അവർ രാത്രികാലങ്ങളിൽ ആരാധനകളിൽ മുഴുകുന്നു, പകൽ നോമ്പ് നോക്കുന്നു, ആർക്കുമേലും അന്യായം പ്രവർത്തിക്കുന്നില്ല, പരസ്പരം സമത്വത്തോടെ പെരുമാറുന്നു. എന്നാൽ നമ്മുടെ കാര്യം എന്താണ്? മദ്യപിക്കുന്നു, ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നു, വാക്കുകളൊന്നും പാലിക്കുന്നില്ല, അന്യർക്കുമേൽ അന്യായം ചെയ്യുന്നു. ഫലത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ആവേശവും സ്ഥൈര്യവും കാണാമെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ധൈര്യവും സ്ഥൈര്യവും ഒന്നും തന്നെയില്ല. സീസർ ആ സമയത്ത് സിറിയയിൽ നിന്നും പോകാൻ ഉദ്ദേശിച്ചതായിരുന്നു. എന്നാൽ എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും ക്രിസ്ത്യാനികൾ കൂട്ടം കൂട്ടമായി ആവലാതിയുമായി പരാതി ബോധിപ്പിക്കാനായി വന്നുകൊണ്ടിരുന്നു. സീസറിന് അഭിമാനബോധമുണ്ടായി. തന്റെ സാമ്രാജ്യത്തെ ശക്തി മുഴുവനും അറബികളെ തുരത്താൻ വിനിയോഗിക്കണമെന്ന് അയാൾ ഉറപ്പിച്ചു. റോം, കോൺസ്റ്റാന്റിനോപ്പിൾ, എന്തീനിയ, ആർമീനിയ ദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഒരു നിശ്ചിത തീയതിക്ക് എല്ലാ സൈന്യങ്ങളും അന്താക്യയിൽ ഹാജരാകണമെന്ന് കൽപ്പന എഴുതി അറിയിച്ചു. എല്ലാ ജില്ലകളിലെയും ഓഫീസർമാരോട് കഴിയുന്നത്ര ആളുകളെ എല്ലാ ഭാഗത്തു നിന്നും അങ്ങോട്ട് അയക്കണം എന്നും എഴുതി അറിയിച്ചു. ആ ഉത്തരവ് ലഭിച്ചതും സൈന്യങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ അങ്ങോട്ടേക്ക് ആഞ്ഞു വീശി. അന്താക്യയിൽ 4 ഭാഗത്തും പട്ടാളക്കാരെ കണ്ണെത്തും ദൂരം വരെ അവർ വിന്യസിച്ചു. വൻ സൈന്യ സന്നാഹങ്ങളായിരുന്നു. ഹദ്രത്ത് അബൂ ഉബൈദ വിജയിച്ചടക്കിയ പ്രദേശങ്ങളിലെ എല്ലാ അമീർമാരും നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ നീതിന്യായങ്ങളിൽ വളരെയധികം പ്രഭാവിതരാകുകയും മതപരമായ ഭിന്നത ഉണ്ടായിട്ട് കൂടി മുസ്ലിങ്ങളുടെ ശത്രുക്കളെ കുറിച്ചുള്ള വാർത്ത കൊണ്ടുവരാനായി
മുസ്ലിങ്ങളെ സഹായിക്കാനായി അവർ തന്നെ ചാരന്മാരെ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ അവർ മുഖേന ഹദ്രത്ത് അബൂ ഉബൈദയ്ക്ക് സ്ഥിതിഗതികളെ കുറിച്ചുള്ള വിവരം ലഭിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഓഫീസർമാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി അവർക്കിടയിൽ നിന്ന് ഒരു പ്രഭാവം ചെലുത്തുന്ന പ്രഭാഷണം നടത്തി. അതിന്റെ ചുരുക്കം ഇതായിരുന്നു: അല്ലയോ മുസ്ലിങ്ങളെ, അള്ളാഹു നിങ്ങളെ അടിക്കടി പരീക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ചു മുന്നേറിയിരിക്കുന്നു. അതിന് പ്രതിഫലം എന്നോണം അള്ളാഹു നിങ്ങളെ എപ്പോഴും വിജയശ്രീ ലാളിതരാക്കുകയും അവന്റെ സഹായം ലഭിക്കുന്നവരാക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ എതിരിടാനായി കൊണ്ടുവന്നിട്ടുള്ള യുദ്ധക്കോപ്പുകൾ കാരണം ഭൂമി പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ്. പറയൂ, ഇനി എന്താണ് പ്രതിവിധി? യസീദ് ബിൻ അബി സുഫിയാൻ, അതായത് അമീർ മുആവിയയുടെ സഹോദരൻ, എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു: സ്ത്രീകളെയും കുട്ടികളെയും പട്ടണത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ പട്ടണത്തിന് പുറത്ത് സൈനിക താവളം അടിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ ഖാലിദിനും അംർ ബിൻ ആസിനും ഡമാസ്കസിൽ നിന്നും ഫലസ്തീനിൽ നിന്നും സഹായവുമായി എത്താൻ എഴുതി അറിയിക്കുകയും വേണം. ഡമാസ്കസ് വിജയമാണ് ആദ്യം നടന്നത് എന്ന് ഇക്കാര്യത്തിൽ കൂടിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷുറാബീൽ ബിൻ ഹസന പറഞ്ഞു: ഇവിടെ എല്ലാവരും തങ്ങളുടേതായ സ്വതന്ത്രമായ നിലക്കുള്ള അഭിപ്രായം അറിയിക്കേണ്ടതുണ്ട്. യസീദ് നന്മ ഉദ്ദേശിച്ച് തന്നെയാണ് അഭിപ്രായം വെച്ചിട്ടുള്ളത് എന്നതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഞാൻ അതിനെതിരാണ്. നഗരവാസികൾ എല്ലാവരും ക്രിസ്ത്യാനികളാണ്. അവർ മതവിദ്വേഷം കാരണം നമ്മുടെ ഭാര്യ കുഞ്ഞുങ്ങളെ പിടികൂടി സീസറിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ വധിച്ചു കളയുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ തന്നെ ഇവർക്കെതിരിൽ തിരിഞ്ഞാലും മതി. ഹദരത്ത് അബൂ ഉബൈദ പറഞ്ഞു: നമ്മൾ ക്രിസ്ത്യാനികളെ തന്നെ നഗരത്തിൽ നിന്നും പുറത്താക്കിയാൽ നമ്മുടെ ഭാര്യ മക്കൾ സുരക്ഷിതരാകും എന്നാണ് ഇവൻ പറഞ്ഞതിന്റെ ആശയം. അതാണ് ഒരേ ഒരു വഴി. അപ്പോൾ ഷുറാബിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു: അല്ലയോ അമീർ, താങ്കൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം ഈ പട്ടണത്തിൽ ശാന്തിയോടെ താമസിക്കാം എന്ന ഉറപ്പിന്മേലാണ് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അഭയം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഗ്ദാന ലംഘനം നാം ചെയ്തുകൂടാത്തതാണ്. നമ്മൾ അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിരിക്കെ അതെങ്ങനെ ലംഘിക്കും? അവരെ എങ്ങനെ നാട് കടത്താനാകും? ഹദരത്ത് അബൂ ഉബൈദ തന്റെ തെറ്റ് സമ്മതിച്ചു. എന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ ഒരു തീരുമാനത്തിൽ അവർക്ക് എത്താനായില്ല. സാധാരണക്കാർ അഭിപ്രായപ്പെട്ടത് ഹോംസിൽ തന്നെ തങ്ങിക്കൊണ്ട് സൈനിക സഹായത്തിന് വേണ്ടി കാത്തിരിക്കാം എന്നായിരുന്നു. അബൂ ഉബൈദ പറഞ്ഞു: അതിന് മാത്രം നമ്മുടെ പക്കൽ സമയം എവിടെയാണുള്ളത്? അവസാനം ഹോംസ് ഉപേക്ഷിച്ച് ഡമാസ്കസിലേക്ക് പുറപ്പെടാം എന്ന അഭിപ്രായം തന്നെ അംഗീകരിക്കപ്പെട്ടു. അവിടെ ഖാലിദ് ഉണ്ടായിരുന്നു. അറേബ്യയുടെ അതിർത്തിയും അടുത്തായിരുന്നു. ആ തീരുമാനം ഉറച്ചപ്പോൾ ഖജനാവ് മേൽനോട്ടം വഹിച്ചിരുന്ന ഹബീബ് ബിൻ മസ്ലമയെ ഹദരത്ത് അബൂ ഉബൈദ വിളിപ്പിക്കുകയും എന്നിട്ട് ഇപ്രകാരം പറയുകയും ചെയ്തു: ക്രിസ്ത്യാനികളിൽ നിന്നും പിരിച്ചിട്ടുള്ള ജിസിയയും ടാക്സും അവരുടെ സംരക്ഷണ ചുമതല നമ്മൾ ഏറ്റെടുക്കും എന്ന നിബന്ധനയോടെ ഉള്ളതായിരുന്നു. ഇപ്പോൾ നമ്മുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. ഇപ്പോൾ നമുക്ക് അവരെ സംരക്ഷിക്കാനാകില്ല. അവരുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയായിരുന്നു നമ്മളത് കൈപ്പറ്റിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കത് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് അവരിൽ നിന്നും പിരിച്ച സർവ്വതും അവർക്ക് മടക്കി നൽകുക. എന്നിട്ട് അവരോട് ഇങ്ങനെ പറയുക: നിങ്ങളുമായി ഞങ്ങൾക്കുള്ള ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സംരക്ഷണത്തിന് ബദലായി തന്നുകൊണ്ടിരുന്ന ജിസിയ നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നതാണ്. അങ്ങനെ പിരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് സംഖ്യ എല്ലാം തന്നെ അവർക്ക് തിരിച്ചേൽപ്പിച്ചു. ക്രിസ്ത്യാനികളിൽ ആ സംഭവം എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നാൽ അവർ കരഞ്ഞു നടക്കുകയും വളരെ ആവേശത്തോടുകൂടി ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. ജൂതന്മാരുടെ മേലും അത് വളരെയധികം പ്രഭാവം ചെലുത്തി. അവർ പറഞ്ഞു: തൗറാത്തിനെ തൊട്ട് സത്യം, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഹോംസിൽ സീസറിന് അധികാരം നേടാനാകുന്നതല്ല. ഇത് പറഞ്ഞ് അവർ നഗരവാതിലുകൾ കൊട്ടിയെടുക്കുകയും എല്ലായിടത്തും ചെക്ക് പോയിന്റുകളും കാവലുകളും ഏർപ്പെടുത്തുകയും ചെയ്തു. അബൂ ഉബൈദ ഹോംസുകാരോട് മാത്രമായിരുന്നില്ല വിധം പെരുമാറിയിരുന്നത്, മറിച്ച് പിരിച്ചെടുത്ത ജിസിയയുടെ സംഖ്യ മുഴുവനും തിരിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം ജയിച്ചടക്കിയ ജില്ലകളിലൊക്കെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് എഴുതി അറിയിച്ചു. ചുരുക്കത്തിൽ അബൂ ഉബൈദ ഡമാസ്കസിലേക്ക് പുറപ്പെടുകയും എല്ലാ കാര്യങ്ങളും ഹദ്രത്ത് ഉമറിനെ അറിയിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ റോമക്കാരെ ഭയന്ന് ഹോംസിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ ഹദ്രത്ത് ഉമർ അതീവ ദുഃഖിതനായി. എന്നാൽ മുഴു സൈന്യവും സൈനിക നേതാക്കളും എടുത്ത തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസം ലഭിച്ചു. എന്നിട്ട് പറഞ്ഞു: അള്ളാഹു ഏതെങ്കിലും യുക്തിയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളെ എല്ലാവരെയും ഒരേ അഭിപ്രായത്തിൽ ഏകോപിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയും ഒരു റെഫറൻസ് ലഭിക്കുന്നുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് ആദ്യം ഹദ്രത്ത് ഉമറിനോട് തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത്: നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അവരിൽ നിന്നും കൈപ്പറ്റിയ ജിസിയയും മറ്റും പൂർണ്ണമായും അവരെ തിരിച്ചേൽപ്പിക്കുക. ഹദ്രത്ത് ഉമർ ഹദ്രത്ത് അബൂ ഉബൈദക്ക് ഇപ്രകാരം മറുപടി എഴുതി അറിയിച്ചു: സയ്യിദ് ബിൻ അഹ്റമിനെ സഹായത്തിനായി ഞാൻ അയക്കുന്നതാണ്. എന്നാൽ യുദ്ധത്തിന്റെ ജയപരാജയങ്ങൾ സൈന്യത്തിന്റെ അംഗബലത്തെ
അതായത് അംഗബലം കൂടിയിരിക്കുന്നു കുറഞ്ഞിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല സംഭവിക്കുന്നത്. അബൂ ഉബൈദ ഡമാസ്കസിലെത്തി എല്ലാ ഓഫീസർമാരെയും ഒരുമിച്ച് കൂട്ടി അവരുമായി കൂടിയാലോചന നടത്തി. യസീദ് ബിൻ അബി സുഫിയാൻ, ഷുറബിൽ ബിൻ ഹസന, മുവാസ് ബിൻ ജബൽ എന്നിവരുടെ എല്ലാം അഭിപ്രായങ്ങൾ തീർത്തും വ്യത്യസ്തമായിരുന്നു. ആ ഇടവേളയിൽ അമ്ര ബിൻ ആസിന്റെ സന്ദേശവാഹകൻ കത്തുമായി എത്തി. അതിന്റെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു: ജോർദാന്റെ ജില്ലകളിൽ പൊതുപ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. റോമക്കാരുടെ ശക്തമായ വരവ് ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹോംസ് വിട്ടിട്ട് പോയ കാരണത്താൽ അവർ നിർഭയരായിരിക്കുകയാണ്. അബൂ ഉബൈദ അതിന് മറുപടിയായി ഇപ്രകാരം എഴുതി: ഹോംസിനെ ഞങ്ങൾ ഭയത്താൽ ആയിരുന്നില്ല ഉപേക്ഷിച്ചത്, മറിച്ച് ശത്രുക്കൾ സുരക്ഷിത സങ്കേതങ്ങളിൽ നിന്നും പുറത്തു വരാനും പലയിടങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന ഇസ്ലാമിക സൈന്യങ്ങളെ ഒരുമിച്ച് കൂട്ടാനും വേണ്ടിയായിരുന്നു അത്. ഇങ്ങനെയും കത്തിൽ അദ്ദേഹം എഴുതി: നിങ്ങൾ സ്വന്തം സ്ഥാനത്ത് നിന്നും മാറരുത്, ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളുമായി ചേരുന്നതാണ്. രണ്ടാം ദിവസം അബൂ ഉബൈദ ഡമാസ്കസിൽ നിന്നും പുറപ്പെട്ടു. ജോർദാന്റെ അതിർത്തിയിലുള്ള യർമൂക്കിൽ ചെന്ന് തമ്പടിച്ചു. ജോർദാൻ നദി ഒഴുകുന്ന സിറിയയുടെ പ്രാന്തത്തിലുള്ള താഴ്വാരമായിരുന്നു യർമൂക്ക്. അമ്ര ബിൻ ആസും അവിടെ തന്നെ വന്നു ചേർന്നു. അറബിന്റെ അതിർത്തി മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് അതുമായി വളരെ സമീപത്തുള്ളതും യുദ്ധാവശ്യാർത്ഥം വളരെ ഉചിതവുമായതുമായിരുന്നു. യുദ്ധത്തിന് പറ്റിയ സന്ദർഭമായിരുന്നു അത്. അതുപോലെ പിറകുവശത്ത് അറേബ്യയുടെ അതിർത്തി വരെ തുറന്ന മൈതാനവും ഉണ്ടായിരുന്നു. ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും പിറകോട്ടേക്ക് പോകാൻ അത് വളരെ സൗകര്യപ്രദമായിരുന്നു. ഹദ്രത്ത് ഉമർ സയ്യിദ് ബിൻ ആമറിനൊപ്പം അയച്ച സൈന്യം അവിടെ അതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. മറുവശത്ത് റോമക്കാരുടെ വരവും അവരുടെ സാധന സാമഗ്രികളെ കുറിച്ചുള്ള വിവരണവും കേട്ട് മുസ്ലിങ്ങൾ പരിഭ്രമിച്ചു. അബൂ ഉബൈദ ഹദ്രത്ത് ഉമറിന്റെ അടുത്ത് മറ്റൊരു സന്ദേശവാഹകനെയും അയച്ചു. എന്നിട്ട് ഇങ്ങനെ എഴുതി അറിയിച്ചു: റോമക്കാർ കരയിൽ നിന്നും സമുദ്രത്തിൽ നിന്നും എല്ലാം തന്നെ ഉയർന്നു പൊങ്ങിയിരിക്കുകയാണ്. എത്രത്തോളം അവർ ആവേശഭരിതരാണ് എന്നാൽ ആ സൈന്യം യാത്ര ചെയ്യുന്ന വഴിയിലുള്ള പുരോഹിതന്മാരും സന്യാസി മഠങ്ങളിൽ ഉള്ളവരും ഇതുവരേക്കും പുറം ലോകം കാണാത്തവർ പോലും അവരുടെ സൈന്യത്തിൽ ചെന്ന് ചേർന്നിരിക്കുകയാണ്. ഈ കത്ത് ലഭിച്ചപ്പോൾ ഹദ്രത്ത് ഉമർ മുഹാജിരിങ്ങളെയും അൻസാറുകളെയും ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് കത്ത് വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. അത് കേട്ട് സഹാബാക്കളെല്ലാം തന്നെ അനിയന്ത്രിതമായി കരയാൻ തുടങ്ങി. അതുപോലെ അവർ വളരെ ആവേശത്തോടെ ഉറക്കെ: അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അള്ളാഹുവിനെ ഓർത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി ജീവാർപ്പണം നടത്താനുള്ള അനുമതി നൽകിയാലും എന്ന് പറയാൻ തുടങ്ങി. അവർക്ക് വല്ല അപകടവും പിണഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. മുഹാജിരിങ്ങളുടെയും അൻസാറുകളുടെയും ആവേശം കൂടിക്കൊണ്ടേയിരുന്നു. എത്രയെന്നാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഇപ്രകാരവും പറയുകയുണ്ടായി: അല്ലയോ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ സ്വയം സൈന്യാധിപനാകുക, ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുക. എന്നാൽ മറ്റ് സഹാബാക്കൾ ആ അഭിപ്രായത്തെ എതിർത്തു. പോഷക സൈന്യങ്ങളെ അയക്കാം എന്ന തീരുമാനത്തിലായി. ശത്രുക്കൾ എവിടെ വരെ എത്തി എന്ന് ഹദ്രത്ത് ഉമർ ആ സന്ദേശവാഹകനോട് ചോദിച്ചു. അയാൾ പറഞ്ഞു: വെറും 3-4 സങ്കേതങ്ങൾ താണ്ടേണ്ട ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. ഹദ്രത്ത് ഉമർ വളരെ ദുഃഖിതനാവുകയും അഹോ കഷ്ടം, ഇത്രയും സമയത്തിനുള്ളിൽ എങ്ങനെ സഹായം എത്താനാണ് എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം അബൂ ഉബൈദയുടെ പേരിൽ വളരെ പ്രഭാവം ചെലുത്തുന്ന വാക്കുകളാൽ ഒരു കത്തെഴുതി. എന്നിട്ട് ഓരോരോ അണിയുടെയും മുന്നിൽ ചെന്ന് ആ കത്ത് സ്വയം വായിച്ചു കേൾപ്പിക്കണമെന്ന് ആ സന്ദേശവാഹകനോട് ശട്ടം കെട്ടി. എന്നിട്ട് ഉമർ നിങ്ങളോട് സലാം പറയുന്നെന്നും അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾ സധൈര്യം പൊരുതുകയെന്നും തങ്ങളുടെ ശത്രുക്കളുടെ മേൽ സിംഹങ്ങളെപ്പോലെ കടന്നാക്രമിക്കുക എന്നും വാളുകളാൽ അവരുടെ തലയോട്ടുകൾ വെട്ടി നീക്കുക എന്നും അവരെ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉറുമ്പുകളെക്കാളും നിസ്സാരരായി ഗണിക്കണമെന്നും അതുപോലെ അവരുടെ ബാഹുല്യം കണ്ട് നിങ്ങൾ ഭയക്കരുത് എന്നും നിങ്ങളുമായി ഇതുവരെ കൂടിച്ചേരാത്ത പടയാളികളെ കുറിച്ച് ഓർത്തും നിങ്ങൾ വിഷമിക്കരുതെന്നും ഓരോ അണിയിലും ചെന്ന് കേൾപ്പിക്കണമെന്ന് വാക്കാൽ പറഞ്ഞു ഏൽപ്പിക്കുകയും ചെയ്തു. വളരെ യാദൃശ്ചികമെന്ന് പറയട്ടെ, ആ സന്ദേശവാഹകൻ ഹദരത്ത് അബൂ ഉബൈദയുടെ അടുത്തെത്തിയ സമയത്ത് തന്നെ സയ്യിദ് ബിൻ ആമിർ 1000 പേരുമായി അവിടെ എത്തിച്ചേരുകയുണ്ടായി. അങ്ങനെ മുസ്ലിങ്ങൾ വളരെയധികം ശക്തി പ്രാപിച്ചു. അവർ വളരെയധികം സ്ഥൈര്യത്തോടെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന സഹാബിയായിരുന്നു മുആദ് ബിൻ ജബൽ. അദ്ദേഹത്തിന് സൈന്യത്തിന്റെ വലതുപക്ഷത്തിന്റെ നേതൃത്വം ഏൽപ്പിച്ചു. അതുപോലെ ഖബാസ് ബിൻ അഷമിനെ ഇടതുപക്ഷത്തിന്റെയും ഹാഷിം ബിൻ ഉത്ബയെ കാലാൾപ്പടയുടെയും ഓഫീസർമാരാക്കി. എന്നിട്ട് തന്റെ കീഴിലുള്ള സൈന്യത്തെ 4 ഭാഗമായി തിരിച്ചു. അതിലൊരു ഭാഗത്തിന് സ്വയം മേൽനോട്ടം വഹിക്കുകയും മറ്റുള്ളവയുടെ നേതൃത്വം ഖൈസ് ബിൻ ഹബീറ, മൈസറ ബിൻ മസ്റൂഖ്, അമ്ര ബിൻ തുഫേൽ എന്നിവരും ഏൽപ്പിച്ചു. ഈ 3 പേരും അറേബ്യയിൽ എണ്ണം പറഞ്ഞ രണധീരന്മാരിൽ പെട്ടവരായിരുന്നു. അക്കാരണത്താൽ തന്നെ അവർ ഫാരിസുൽ അറബ്, അറേബ്യയുടെ ധീരയോദ്ധാക്കൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. റോമക്കാരും വളരെയധികം യുദ്ധസന്നാഹങ്ങളുമായി പുറപ്പെട്ടിരുന്നു. 2 ലക്ഷത്തിലധികം അവർക്ക് അംഗബലം ഉണ്ടായിരുന്നു. ആകെ 24 അണികളായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോന്നിനും മുൻവശത്ത് കുരിശുമേന്തി അവരുടെ മത നേതാക്കന്മാർ അവർക്ക് ആവേശം പകർന്നുകൊണ്ടുവരുന്നുണ്ടായിരുന്നു.
ഇരു സൈന്യങ്ങളും മുഖാമുഖമായപ്പോൾ ഒരു ബത്രീഖ് അണി ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ക്രിസ്ത്യാനികളുടെ മത നേതാക്കന്മാരെയാണ് ബത്രീഖ് എന്ന് പറയുന്നത്. അയാൾ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് യുദ്ധത്തിന് വെല്ലുവിളിച്ചു. അപ്പോൾ മൈസറ ബിൻ മസ്റൂഖ് തന്റെ കുതിരയുമായി മുന്നോട്ടേക്ക് ഗമിച്ചു. എതിരാളി അരോഗ ദൃഢഗ്രാത്തനും യുവാവുമായിരുന്നു. അക്കാരണത്താൽ ഖാലിദ് അദ്ദേഹത്തെ തടഞ്ഞു. എന്നിട്ട് കൈസ് ബിൻ ഹുവൈറയുടെ ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹം ഒരു യുദ്ധഗീതം ആലപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ബത്രീഖ് തന്റെ ആയുധം ഉയർത്തിപ്പിടിക്കുന്നതിന് മുമ്പ് തന്നെ കൈസ് മിന്നലാക്രമണം നടത്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ വാൾപ്പയറ്റിൽ ലക്ഷ്യം കണ്ടു. വാൾ തലയിൽ തട്ടി തലയിൽ ധരിച്ചിരുന്ന കവചത്തെ ഭേദിച്ചുകൊണ്ട് അത് കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ശത്രു കുതിരയിൽ നിന്നും തെറിച്ചു വീണു. അപ്പോൾ തന്നെ മുസ്ലിങ്ങൾ തക്ബീർ ധ്വനി മുഴക്കി. ഖാലിദ് പറഞ്ഞു, വളരെ നല്ല ലക്ഷണമാണ്. ഇനി അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ വിജയം നമ്മുടേതായിരിക്കും. ക്രിസ്ത്യാനികൾ ഖാലിദിന്റെ കൂടെയുള്ള സൈന്യാധിപന്മാരെ നേരിടാനായി വെവ്വേറെ സൈന്യങ്ങളെ അയച്ചു. എന്നാൽ എല്ലാവരും തന്നെ പരാജയം ഏറ്റുവാങ്ങി. അന്ന് ആ യുദ്ധം അവർക്ക് നീട്ടിവെക്കേണ്ടതായി വന്നു. രാത്രി പരാജയം നേരിട്ടപ്പോൾ റോമക്കാർ കരുതി ഞങ്ങൾ ജയിക്കുമെന്ന പ്രതീക്ഷ ഇനിയില്ല. ആ രാത്രി തന്നെ റോമക്കാരുടെ സർവ്വ സൈന്യാധിപൻ ബാഹാൻ മറ്റ് സേനാനായകന്മാരെ വിളിച്ചുകൂട്ടുകയും ഇപ്രകാരം പറയുകയും ചെയ്തു, അറബികൾക്ക് സിറിയയിൽ നിന്നും ലഭിച്ച യുദ്ധം മുതലിന്റെ രസം പിടിച്ചിരിക്കുകയാണ്. സ്വത്തും സമ്പത്തും കൊണ്ട് പ്രലോഭനം നടത്തി അവരെ ഇവിടെ നിന്നും പറഞ്ഞയക്കുകയും യുദ്ധം തുടരാതിരിക്കുകയുമാണ് ഉത്തമം. എല്ലാവരും ആ അഭിപ്രായത്തിൽ ഒന്നിച്ചു. രണ്ടാം ദിവസം അബൂ ഉബൈദയുടെ അടുത്ത് ഏതെങ്കിലും ഒരു ആദരണീയനായ ഓഫീസറെ ഞങ്ങളുടെ അടുത്തേക്ക് അയക്കണം എന്നും അയാളുമായി ഞങ്ങൾ സന്ധി സംഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നു എന്നും ഒരു ദൂതനെ അവർ പറഞ്ഞയച്ചു എന്ന സന്ദേശവും നൽകി ആ ദൂതനെ അയച്ചു. അബൂ ഉബൈദ അതിനായി ഖാലിദിനെ തിരഞ്ഞെടുത്തു. ആ സന്ദേശവാഹകന്റെ പേര് ജോർജ് എന്നായിരുന്നു. ഉറുദു ചരിത്രകാരന്മാർ ജാർജ് എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ അറബി ഗ്രന്ഥങ്ങളിൽ ജർജ എന്നാണ് പേര് വന്നിട്ടുള്ളത്. അറബി അറിയുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. എന്തായാലും അയാൾ അവിടെ എത്തിയപ്പോഴേക്കും സന്ധ്യയായിരുന്നു. അല്പസമയത്തിന് ശേഷം അവർ മഗ്‌രിബ് നമസ്കാരം തുടങ്ങി. മുസ്ലിങ്ങൾ വളരെ ആവേശത്തോടും ഉത്സാഹത്തോടും തക്ബീർ ചൊല്ലി കൈകെട്ടുകയും വളരെ നിമഗ്നതയോടും സമാധാനത്തോടും മര്യാദപൂർവ്വം ഉള്ളൊരുക്കത്തോടും കൂടി നമസ്കാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അത് കണ്ട് സന്ദേശവാഹകൻ വളരെ അത്ഭുതത്തോടെയും താല്പര്യത്തോടെയും കൂടി അവിടെ അത് നോക്കി നിന്നു. നമസ്കാരം അവസാനിച്ച ശേഷം അയാൾ അബൂ ഉബൈദയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊരു ചോദ്യം ഇപ്രകാരമായിരുന്നു, നിങ്ങൾ യേശുവിനെ കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ഖുറാനിലെ ഈ പറയുന്ന ആയത്തുകൾ ചൊല്ലി, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ യാ അഹ്ലൽ കിതാബി ലാ തഗ്ലു ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയമ റസൂലുള്ളാഹി വ കലിമതുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹും മിൻഹു ഫാമിനു ബില്ലാഹി വറസൂലിഹി വലാ തഖൂലു സലാസ ഇൻതഹു ഖൈറൻ ലക്കും ഇന്നമല്ലാഹു ഇലാഹും വാഹിദ് സുബ്ഹാനഹു അയ്യകൂന ലഹു വലദ് സുബ്ഹാനഹു അയ്യകൂന ലഹു വലദ് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വകീല ലൻ യസ്തൻകിഫൽ മസീഹു അയ്യകൂന അബ്ദൻ ലില്ലാഹി വലൽ മലായികത്തുൽ മുഖറബൂൻ. അർത്ഥം, നിശ്ചയമായും ഈസയുടെ ഉദാഹരണം അള്ളാഹുവിന്റെ പക്കൽ ആദമിന്റെ ഉദാഹരണം പോലെയാണ്. അവനെ ആദമിനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, പിന്നീട് ഉണ്ടാവുക എന്ന് അതിനോട് പറഞ്ഞു. അപ്പോൾ അതുണ്ടാകാൻ തുടങ്ങി, ഉണ്ടായിത്തീരുകയും ചെയ്തു. അല്ലയോ ഗ്രന്ഥം നൽകപ്പെട്ടവരെ, നിങ്ങളുടെ മതകാര്യത്തിൽ അതിക്രമം കാണിക്കരുത്. അള്ളാഹുവിനെ സംബന്ധിച്ച് സത്യമല്ലാത്ത ഒന്നും പറയരുത്. തീർച്ചയായും മറിയമിന്റെ പുത്രൻ ഈസാ മസീഹ് അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്. മറിയമിലേക്ക് അവൻ ഇറക്കിക്കൊടുത്ത അവന്റെ വചനവും അവനിൽ നിന്നുള്ള ഒരു ആത്മാവുമാണ്. അതിനാൽ അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുവിൻ. മൂന്നാണെന്ന് പറയാതിരിക്കുക, നിങ്ങൾ വിട്ടുനിൽക്കുക, അതിലാണ് നിങ്ങൾക്ക് ഗുണമുള്ളത്. തീർച്ചയായും അള്ളാഹു മാത്രമാണ് ഒരേ ഒരു ആരാധ്യൻ. പുത്രൻ ഉണ്ടാകുന്നതിൽ നിന്നും അവൻ പരിശുദ്ധനാകുന്നു. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവന്റേതാകുന്നു. കാര്യനിർവാഹകൻ എന്ന നിലയിൽ അള്ളാഹു മതിയായവനാണ്. അള്ളാഹുവിന്റെ ദാസനാണെന്നത് മസീഹ് ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല. അതുപോലെ സമീപസ്ഥരായ മലക്കുകളും അത് ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന തർജ്ജമ ചെയ്യുന്ന ആൾ ദ്വിഭാഷി ആയത്തുകളുടെ തർജ്ജമയും കേൾപ്പിച്ചു. അപ്പോൾ ജോർജ് നിയന്ത്രണം വിട്ട് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, തീർച്ചയായും യേശുവിന്റെ സവിശേഷതകൾ ഇപ്രകാരം തന്നെയാണെന്നും അതുപോലെ നിങ്ങളുടെ പ്രവാചകൻ സത്യവാനാണെന്നും ഞാനിതാ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നു. അതും പറഞ്ഞ് അയാൾ കലിമയെ തൗഹീദ് ചൊല്ലിക്കൊണ്ട് മുസ്ലിമായി. അയാൾ തന്റെ ജനതയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ റോമക്കാർ കരാർ ലംഘിച്ചു എന്ന ചിന്ത ശത്രുക്കൾക്ക് റോമക്കാർക്ക്
ഉണ്ടാകരുത് എന്ന് കരുതി ഹസ്രത്ത് അബൂ ഉബൈദ അയാളോട് പോകാൻ നിർബന്ധിച്ചു. നാളെ ഇവിടെ നിന്നും ഞങ്ങളുടെ ഒരു അംബാസിഡർ അങ്ങോട്ട് പോകുന്നുണ്ട്, അയാളോടൊപ്പം നിങ്ങൾ തിരിച്ചു വന്നാൽ മതി, ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞു. രണ്ടാം നാൾ ഹസ്രത്ത് ഖാലിദ് റോമക്കാരുടെ പട്ടാള ക്യാമ്പിലേക്ക് പോയി. റോമക്കാർ തങ്ങളുടെ പ്രതാപവും പ്രൗഢിയും കാണിക്കാനുള്ള ഏർപ്പാടുകൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വഴിയുടെ ഇരുവശങ്ങളിലും ദൂരത്തോളം കുതിരസവാരികളുടെ അണികൾ നിരത്തിയിരുന്നു. അവർ അടിമുടി ഇരുമ്പാൽ മൂടിയിരുന്നു. എന്നാൽ ഹസ്രത്ത് ഖാലിദ് അവരെ ഒട്ടും വകവെക്കാതെ വളരെ നിന്ദാദൃഷ്ടിയോടെ നോക്കിക്കൊണ്ടായിരുന്നു അതിലൂടെ കടന്നു വന്നത്. ആട്ടിൻ പറ്റങ്ങളുടെ ഇടയിലൂടെ അവയെ വകഞ്ഞുമാറ്റി മുന്നോട്ട് കുതിക്കുന്ന പുലിയെ പോലെയായിരുന്നു ഖാലിദിന്റെ വരവ്. അദ്ദേഹം ബാഹാന്റെ കൂടാരത്തിനടുത്തെത്തി. വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ അയാൾ വരവേൽക്കുകയും തനിക്കടുത്ത് തന്നെ തുല്യമായ സ്ഥാനത്ത് അദ്ദേഹത്തെ ഇരുത്തുകയും ചെയ്തു. ദ്വിഭാഷ മുഖേന സംഭാഷണം തുടങ്ങി. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ബാഹാൻ പ്രഭാഷണ ശൈലിയിൽ തന്നെ സംസാരം ആരംഭിച്ചു. ഹദ്രത്ത് ഈസയെ ആദ്യം സ്തുതിക്കുകയും സീസറിന്റെ നാമം എടുത്തുകൊണ്ട് വളരെ അഭിമാന പുരസ്സരം ഞങ്ങളുടെ രാജാവ് എല്ലാ രാജാക്കന്മാരുടെയും ചക്രവർത്തിയാണ് എന്ന് പറയുകയും ചെയ്തു. ദ്വിഭാഷി തന്റെ തർജ്ജമ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ബാഹാനെ ഖാലിദ് തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ രാജാവ് അപ്രകാരം തന്നെയായിരിക്കാം, എന്നാൽ ഞങ്ങൾ ആരെയാണോ നേതാവാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് നിമിഷ നേരത്തേക്ക് പോലും രാജാവാകണമെന്ന ചിന്ത വന്നാൽ ഞങ്ങൾ അദ്ദേഹത്തെ ഉടനടി സ്ഥാനഭ്രഷ്ടനാക്കുന്നതായിരിക്കും. ബാഹാൻ പ്രഭാഷണം തുടർന്നുകൊണ്ട് തങ്ങളുടെ പ്രതാപ ഐശ്വര്യങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ വിവരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അറേബ്യൻ വാസികളായ നിങ്ങളുടെ ജനത ഞങ്ങളുടെ രാജ്യത്ത് കുടിയേറി പാർത്തവരാണ്. ഞങ്ങൾ അവരുമായി എപ്പോഴും സൗഹൃദത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത്. ആ ഔദാര്യങ്ങൾക്ക് മുഴുവൻ അറബികളും ഞങ്ങളോട് കടപ്പെട്ടിരിക്കുമെന്നാണ് അവർ ധരിച്ചിരുന്നത്. എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഞങ്ങളുടെ രാജ്യത്തേക്ക് കടന്നാക്രമണം നടത്തുകയും ഞങ്ങളെ ഞങ്ങളുടെ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ ആഗ്രഹിക്കുമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയില്ല, ഒരുപാട് സമൂഹങ്ങൾ, ഒരുപാട് ജനതകൾ പലതവണ ഇത്തരം ഉദ്ദേശങ്ങളുമായി വരികയും പരാജയം ഏറ്റുവാങ്ങി മടങ്ങുകയുമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളാകട്ടെ ലോകത്ത് നിങ്ങളെക്കാളും വലിയ ജാഹലുകളില്ല. ഏറ്റവും അധകൃതർ നിങ്ങളാണ്. നിങ്ങൾ കാട്ടാളരും യുദ്ധക്കോപ്പുകളും ഒന്നുമില്ലാത്തവരുമാണ്. ഞങ്ങൾക്ക് മേൽ കടന്നാക്രമണം നടത്താൻ നിങ്ങൾ ധൈര്യപ്പെട്ടത് തന്നെ ഞങ്ങൾ പുറത്തു തന്നിരിക്കുകയാണ്. മാത്രവുമല്ല, നിങ്ങൾ ഇവിടം വിട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പാരിതോഷികവും നൽകുന്നതാണ്. സൈന്യാധിപന്മാർക്ക് 10,000 ദിനാർ വീതവും ഓഫീസർമാർക്ക് 1000 ദിനാർ വീതവും സാധാരണ പോരാളികൾക്ക് 100 ദിനാർ വീതവും ഞങ്ങൾ നൽകുന്നതായിരിക്കും. മുസ്ലിങ്ങളെ നശിപ്പിച്ചില്ലാതാക്കുവാൻ വേണ്ടി അവർ ഒരു വൻ സൈന്യത്തെ തന്നെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ യുദ്ധം ജയിക്കുക എളുപ്പമല്ലെന്ന് അവർ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ചതായിരുന്നു. എന്തായാലും അത്രയും പറഞ്ഞു ബാഹാൻ തന്റെ പ്രഭാഷണത്തിന് വിരാമമിട്ടു. ശേഷം ഹദ്രത്ത് ഖാലിദ് എഴുന്നേറ്റ് നിന്നു. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ധനാഢ്യരും സമ്പൽ ശേഷിയുമുള്ളവരും അധികാരസ്ഥരുമാണ് എന്നതിൽ സംശയമില്ല. നിങ്ങൾ നിങ്ങളുടെ അയൽപക്കത്തുള്ള അറബികളോട് പെരുമാറിയത് എങ്ങനെയെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ അതൊന്നും നിങ്ങളുടെ ഔദാര്യമായിരുന്നില്ല, മറിച്ച് നിങ്ങളുടെ മതപ്രചാരണത്തിനുള്ള ഒരു പോംവഴി മാത്രമായിരുന്നു നിങ്ങൾക്കത്. നിങ്ങൾ നിങ്ങളുടെ മതത്തിന് പ്രചാരം നൽകാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. തൽഫലമായി അറബികൾ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തുകയും ചെയ്തു. അവർ ഇന്ന് നിങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങേയറ്റം ആലംബഹീനരും നിർധനരും നാടോടികളുമായിരുന്നു എന്നത് ശരി തന്നെ. ഞങ്ങൾക്കിടയിൽ എത്രത്തോളം അതിക്രമവും അരാജകത്വവും ഉണ്ടായിരുന്നെന്നാൽ ശക്തർ ദുർബലരെ അടിച്ചമർത്തുകയും ഗോത്രങ്ങൾ പരസ്പരം പൊരുതി നശിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അള്ളാഹു ഞങ്ങളോട് കരുണ കാട്ടിക്കൊണ്ട് ഒരു പ്രവാചകനെ ഞങ്ങളിലേക്ക് അയച്ചു. അദ്ദേഹം ഞങ്ങളുടെ ജനതയിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. ഞങ്ങളിൽ ഏറ്റവും അധികം മാന്യനും ഉദാരശീലനും സൽപ്രകൃതനുമായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിന് യാതൊരു പങ്കുകാരനും ഇല്ലെന്നും ഭാര്യ മക്കളൊന്നും ഇല്ലാത്തവനാണ് അവനെന്നും പൂർണ്ണമായും ഏകനും നിസ്തുലനുമാണെന്നും ഞങ്ങൾക്ക് അദ്ദേഹം പഠിപ്പിച്ചു തന്നു. അതുപോലെ ഈ വിശ്വാസാദർശങ്ങളെ മുഴു ലോക സമക്ഷവും അവതരിപ്പിക്കണമെന്നും അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. ഇത് സ്വീകരിക്കുന്നവർ മുസ്ലിമും ഞങ്ങളുടെ സഹോദരന്മാരുമാണ്. എന്നാൽ ആരാണോ ഇത് സ്വീകരിക്കാതെ ജിസിയ നൽകാൻ സമ്മതിക്കുന്നത് ഞങ്ങൾ അവരുടെ സഹായികളും സംരക്ഷകരുമായി ഉണ്ടാകും. എന്നാൽ ഈ രണ്ട് കാര്യത്തെയും നിരസിക്കുന്നവർക്ക് വാളാണ് പ്രതിഫലം. അതായത് അത്തരക്കാർ യുദ്ധം തുടരാൻ തയ്യാറാവുക. അങ്ങനെ അവർ യുദ്ധത്തിന് തയ്യാറാണെങ്കിൽ തിരിച്ച് ഞങ്ങളും യുദ്ധത്തിന് തയ്യാറാണ്. ബാഹാൻ ജിസിയ എന്ന് പേര് കേട്ടപ്പോൾ ഒരു ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് തന്റെ സൈന്യത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവർ മരിച്ചാലും ജിസിയ നൽകുന്നതല്ല, ഞങ്ങൾ ജിസിയ വാങ്ങുന്നവരാണ്, ജിസിയ കൊടുക്കുന്നവരല്ല. ചുരുക്കത്തിൽ അവിടെ ഒരു ഒത്തുതീർപ്പും ഉണ്ടായില്ല. ഖാലിദ് അവിടെ നിന്നും എഴുന്നേറ്റ് വന്നു. അങ്ങനെ അവസാന യുദ്ധത്തിന് കളമൊരുങ്ങി. എന്നാൽ അതിനുശേഷം റോമക്കാർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അത് ഖാലിദ് പോയതിനു ശേഷം ബാഹാൻ നേതാക്കന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, അറബികളുടെ വെല്ലുവിളി നിങ്ങൾ കേട്ടുവോ? അവരുടെ പ്രജകളാകാത്തിടത്തോളം അവരുടെ ആക്രമണത്തിൽ നിന്നും നിങ്ങൾ സുരക്ഷിതരല്ല പോലും. നിങ്ങൾക്ക് അവരുടെ അടിമത്തം സ്വീകാര്യമാണോ?
എല്ലാ ഓഫീസർമാരും വളരെ ആവേശത്തോടെ പറഞ്ഞു, ഞങ്ങൾ മരിച്ചാലും ശരി, ഈ അവഹേളനം ഒരിക്കലും തന്നെ ഞങ്ങൾക്ക് സഹിക്കാനാകില്ല. നേരെ വെളുത്തപ്പോൾ റോമക്കാർ കെട്ടടങ്ങാത്ത ആവേശത്തോടെ യുദ്ധക്കോപ്പുകളുമായി പുറപ്പെട്ടത് കണ്ടപ്പോൾ മുസ്ലിങ്ങൾ പോലും അമ്പരുന്നു. അത് കണ്ട് ഹദ്രത്ത് ഖാലിദ് അറബികളുടെ പതിവ് രീതി തെറ്റിച്ചുകൊണ്ട് പുതിയ നിലയിൽ തന്നെ സൈന്യത്തെ വിന്യസിച്ചു. റോമക്കാർ വളരെയധികം ആവേശത്തോടും സർവ്വസന്നാഹങ്ങളോടും പുറപ്പെട്ടത് കണ്ട് അറബികൾ പൊതുവെ അനുവർത്തിച്ചു പോന്നിരുന്ന യുദ്ധമുറയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ തീർത്തും പുതുമയോടെ സൈന്യത്തിന് രൂപകൽപ്പന നൽകുകയും 30-35,000 പേരടങ്ങുന്ന തന്റെ സൈന്യത്തെ 36 ഭാഗങ്ങളായി തിരിക്കുകയും വളരെ ക്രമബദ്ധതയോടെ അതിൽ മാറ്റങ്ങൾ വരുത്തി അണിനിരത്തുകയും ചെയ്തു. എന്നിട്ട് സൈന്യത്തിന്റെ ഹൃദയഭാഗത്തെ നടുമധ്യത്തെ അബൂ ഉബൈദയെ ഏൽപ്പിക്കുകയും വലതുഭാഗത്തെ അമ്ർ ബിൻ ആസിനും ഷുറഹ്ബീലിനെയും ഏൽപ്പിക്കുകയും അതുപോലെ ഇടതുഭാഗത്തെ യസീദ് ബിൻ അബി സുഫിയാന്റെ മേൽനോട്ടത്തിലാക്കുകയും ചെയ്തു. അതുകൂടാതെ ധീരതയിലും യുദ്ധ നൈപുണ്യത്തിലും പരക്കെ അംഗീകരിക്കപ്പെട്ട ഓഫീസർമാരെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ വ്യത്യസ്ത അണികളുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. പ്രഭാഷകർ തങ്ങളുടെ ഉജ്ജ്വലമായ വാഗ്മിക മികവിനാൽ ജനങ്ങളുടെ ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്നു. ആവേശഭരിതമായ പ്രഭാഷണങ്ങളാൽ സൈന്യത്തിൽ ആർജവം ഉളവാക്കാൻ വേണ്ടി പ്രഭാഷകർ നിയുക്തരായിരുന്നു. ഇവരിൽ അബൂ സുഫിയാനും ഉണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലൂടെ നടന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു: മാഷാ അല്ലാ, നിങ്ങൾ അറേബ്യയുടെ സംരക്ഷകരും ഇസ്ലാമിന്റെ സഹായകരുമാണ്. എന്നാൽ നിങ്ങളുടെ എതിരാളികൾ റോമിന്റെ സംരക്ഷകരും ഷിർക്കിനെ പിന്തുണക്കുന്നവരുമാണ്. അള്ളാഹുവെ, ഈ സുദിനം നിന്റെ സുവിശേഷ ദിനങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവെ, നിന്റെ ദാസർക്കുമേൽ നിന്റെ സഹായം ഇറക്കിയാലും. അമ്ർ ബിൻ ആസ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു: അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ ദൃഷ്ടികൾ കീഴ്പോട്ടാക്കുക, നിങ്ങൾ കാൽമുട്ടുകളിൽ ഇരിക്കുക, നിങ്ങളുടെ കുന്തങ്ങൾ ഉയർത്തിപ്പിടിക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തും നിങ്ങളുടെ അണികളിലും അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്യുക. ശത്രുക്കൾ നിങ്ങൾക്ക് മേൽ ആക്രമണം അയച്ചുവിടുന്ന പക്ഷം അവർ നിങ്ങളുടെ കുന്തമുനയോട് അടുക്കുന്നതുവരെ നിങ്ങൾ അടങ്ങിയിരിക്കുക. ശേഷം സിംഹങ്ങളെ പോലെ അവർക്ക് മേൽ ചാടി വീഴുക. സത്യസന്ധതയിൽ സന്തുഷ്ടനാവുകയും അതിന് പ്രതിഫലം നൽകുകയും അതുപോലെ അസത്യത്തിൽ കുപിതനാവുകയും അതിന് ശിക്ഷ നൽകുകയും അതുപോലെ ഔദാര്യത്തിന് തക്ക പ്രതിഫലം നൽകുകയും ചെയ്യുന്ന അള്ളാഹു ആണ് സത്യം. മുസ്ലിങ്ങൾ ഓരോരോ പ്രദേശങ്ങളും ഭൂവിഭാഗങ്ങളും തുടർച്ചയായി ജയിച്ചെടുക്കുമെന്നും ഈ രാജ്യത്തിൽ ആധിപത്യം നേടുമെന്നും എനിക്ക് സുവാർത്ത ലഭിച്ചിരിക്കുന്നു. ആയതിനാൽ ഇവരുടെ അംഗബലവും ശക്തിയും കണ്ട് നിങ്ങൾ ഭയവിഹ്വലരാകരുത്. നിങ്ങൾ സ്ഥൈര്യപൂർവ്വം അടരാടിയാൽ ഇക്കൂട്ടർ തിത്തിരി പക്ഷികളുടെ കുഞ്ഞുങ്ങളെ പോലെ ഭയചകിതരായി ചിന്നിച്ചിതറുന്നതാകും, ചിന്ന ഭിന്നമായി തീരുന്നതാണ്. മുസ്ലിം സൈന്യത്തിന്റെ എണ്ണം താരതമ്യേന കുറവായിരുന്നു. അതായത് 30-35 അധികം അവർ ഉണ്ടായിരുന്നില്ല. അവർ മുഴു അറേബ്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത വചനം നേരിട്ട് ദർശിച്ച പുണ്യാത്മാക്കളും എണ്ണത്തിൽ 1000 പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 100 മഹാത്മാക്കളും അവരിൽ ഉണ്ടായിരുന്നു. അറേബ്യയിലെ വിഖ്യാത ഗോത്രങ്ങളിൽ നിൽപ്പെട്ടവരും അസദ് ഗോത്രത്തിൽ മാത്രം 10,000-ലധികം ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഹമിയർ ഗോത്രക്കാരുടെ ഒരു വലിയ സംഘവും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഹംദാൻ, ഖൗലാൻ, ലഹം, ജിസാം എന്നീ ഗോത്രങ്ങളിലെ പ്രഗത്ഭരായ വീരയോദ്ധാക്കളും ഉണ്ടായിരുന്നു. സ്ത്രീകളും ആ യുദ്ധത്തിൽ പങ്കെടുത്തത് അതിന്റെ ഒരു സവിശേഷതയാണ്. അവരും വളരെ ധൈര്യസമേതം പൊരുതുകയുണ്ടായി. അമീർ മുആവിയയുടെ മാതാവും അബൂ സുഫിയാന്റെ ഭാര്യയുമായ ഹിന്ദ്, അവർ നബിയുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. പൊരുതി മുന്നേറിക്കൊണ്ട് ഇങ്ങനെ ഉച്ചസ്ഥലം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു: ഈ കാഫിര്യങ്ങളെ നിങ്ങൾ വാളുകൾ കൊണ്ട് തുണ്ടം തുണ്ടമാക്കുക. അതുപോലെ അബൂ സുഫിയാന്റെ മകളും അമീർ മുആവിയയുടെ സഹോദരിയുമായിരുന്ന ജുബൈരിയ ഒരു സംഘത്തോടൊപ്പം പുറപ്പെട്ടുകൊണ്ട് തന്റെ ഭർത്താവിന്റെ കൂടെ റോമൻ സൈന്യത്തെ നേരിടുകയും ഒരു വൻ പോരാട്ടത്തിന് ശേഷം ഷഹീദാകുകയും ചെയ്യുകയുണ്ടായി. വളരെ ആകർഷണീയ ശബ്ദത്തിനുടമയായിരുന്ന മിഖ്ദാദ് ജിഹാദിനെ കുറിച്ച് പരാമർശമുള്ള സൂറ അൻഫാൽ ചൊല്ലിക്കൊണ്ട് സൈന്യത്തിന് മുൻനിരയിൽ നടക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് റോമക്കാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നാൽ 30,000 പേർ തങ്ങളുടെ കാലുകളിൽ കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് പിറകോട്ട് അടിക്കാനുള്ള ചിന്ത പോലും തങ്ങൾക്ക് വരാത്ത വിധത്തിലായിരുന്നു നിലകൊണ്ടിരുന്നത്. അവർ പരസ്പരം കാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. യുദ്ധത്തിന് തുടക്കം കുറിച്ചത് റോമക്കാർ തന്നെയായിരുന്നു. 2 ലക്ഷം പേരടങ്ങുന്ന ഒരു മഹാസൈനിക വ്യൂഹം ഒരുമിച്ച് മുന്നേറി. ആയിരക്കണക്കിന് പാതിരിമാരും ബിഷപ്പുമാരും കുരിശുമേന്തി മുന്നേറുകയും ഹദ്രത്ത് ഈസയ്ക്ക് ജയ് വിളിച്ചുകൊണ്ട് കുതിക്കുകയും ചെയ്തു. ഈ സർവ്വസന്നാഹങ്ങളും കണ്ട് ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്നും അനിയന്ത്രിതമായി ഇങ്ങനെ വന്നു: അല്ലാഹു അക്ബർ, എത്ര വമ്പിച്ച സൈന്യമാണിത്. ഹദ്രത്ത് ഖാലിദ് ആവശ്യത്തോട് പറഞ്ഞു: മിണ്ടിപ്പോകരുത്. അല്ലാഹു ആണ്, എന്റെ കുതിരയുടെ കുളമ്പ് നല്ലതായിരുന്നെങ്കിൽ ക്രിസ്ത്യാനികളോട് ഇതേപോലെ വേറൊരു സൈന്യത്തെ നിങ്ങൾ കൂടെ കൊണ്ടുവരിക എന്ന് ഞാൻ പറഞ്ഞേനെ. അങ്ങനെ ക്രിസ്ത്യാനികൾ വളരെ ശക്തിമത്തായ നിലയിൽ തന്നെ ആക്രമണം അയച്ചുവിട്ടു. അമ്പുകളുടെ മഴ തന്നെ അവർ വർഷിച്ചു. മുസ്ലിങ്ങൾ ദീർഘനേരം അടിയുറച്ച് നിലകൊണ്ടുവെങ്കിലും ആക്രമണത്തിന്റെ തീവ്രത കാരണം മുസ്ലിങ്ങളുടെ സൈന്യത്തിന്റെ വലതുഭാഗം ചിന്നിച്ചിതറുകയും ക്രമം തെറ്റി പിറകോട്ടടിക്കുകയും ചെയ്തു. പരാജിത വിഭാഗം പിറകോട്ടേക്ക് നീങ്ങി സ്ത്രീകളുടെ കൂടാരം വരെ ചെന്നെത്തി. മുസ്ലിങ്ങളുടെ ഈ അവസ്ഥ കണ്ട് സ്ത്രീകൾ പ്രകോപിതരാവുകയും
കൂടാരങ്ങൾ നാട്ടിയ മരക്കമ്പുകൾ പിഴുതെടുത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പരാജയം ഏറ്റുവാങ്ങി ഇങ്ങോട്ട് വന്നാൽ വടികൊണ്ട് നിങ്ങളുടെ തല തല്ലി തകർക്കുന്നതാണ് എന്ന് പറയുകയും ചെയ്തു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് വടിയുമായി മുന്നോട്ട് വന്നു. മറ്റു സ്ത്രീകളും അവരെ പിന്തുടർന്ന് വന്നു. അബൂ സുഫിയാൻ ഓടുന്നത് കണ്ടപ്പോൾ ഹിന്ദ് അദ്ദേഹത്തിന്റെ കുതിരയുടെ മുഖത്ത് കമ്പി കൊണ്ട് അടിക്കുകയും എങ്ങോട്ടാണ് ഓടുന്നത്, യുദ്ധ മൈതാനത്തേക്ക് തിരിച്ചു പോവുക എന്ന് പറയുകയും ചെയ്തു. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഹിന്ദ് മരക്കൊമ്പും എടുത്ത് അബൂ സുഫിയാന്റെ നേരെ കുതിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ആണ് സത്യം. സത്യദീനിനെ എതിർക്കാനും അള്ളാഹുവിന്റെ സത്യറസൂലിനെ വ്യാജപ്പെടുത്താനും നിങ്ങൾക്ക് വലിയ ആവേശമായിരുന്നല്ലോ. യുദ്ധ മൈതാനത്തിൽ സത്യദീനിന്റെ പെരുമയ്ക്കും തലയെടുപ്പിനും അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രീതിക്കും വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കാനും ദൈവസമക്ഷം നല്ല മുഖം കാണിക്കാനും ഇന്ന് അവസരം ലഭിച്ചിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ പറഞ്ഞു. അബൂ സുഫിയാന് അത് കേട്ട് ധാർമ്മിക രോഷം ഉയർന്നു. അദ്ദേഹം പുറംതിരിയുകയും കയ്യിൽ വാളുമേന്തി ശത്രുക്കളുടെ സൈനിക വ്യൂഹത്തെ ഭേദിച്ചുകൊണ്ട് പരാക്രമണം നടത്തുകയും ചെയ്തു. ഖൗല എന്നു പേരുള്ള ഒരു ധീര മുസ്ലിം വനിത ഇങ്ങനെ യുദ്ധഗീതം ആലപിച്ച് സൈനികർക്ക് ആവേശം പകരുന്നുണ്ടായിരുന്നു. യാ ഹാരിബൻ അൻ നിസ്വത്തിൻ തഖിയാത് ഫാൻ ഖലീലിൻ മാ തറാ സബിയാത് വലാ ഹസിയാത്തിൻ വലാ റസിയാത്. അതായത്, അല്ലയോ തഖ്വയുള്ള സ്ത്രീകളെ ഇവിടെ വിട്ട് ഉപേക്ഷിച്ച് പോകുന്നവനെ, പെട്ടെന്ന് തന്നെ നിനക്ക് അവരെയെല്ലാം ബന്ദികളായി കാണേണ്ടി വരുന്നതാണ്. പിന്നീട് അവർ കുലീനതയുള്ളവരോ പ്രിയപ്പെട്ടവരോ ആയിരിക്കണമെന്നില്ല. ഈ അവസ്ഥ കണ്ട് വലതുപക്ഷത്തെ ഒരു ഭാഗത്തിന്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന മുആദ് ബിൻ ജബൽ തന്റെ കുതിരയിൽ നിന്നും താഴേക്ക് ചാടുകയും ഞാൻ കാലാൾപ്പടിയായി യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്നും എന്നാൽ എന്റെ ഈ കുതിരക്ക് അർഹനായ ഒരു ധീര പോരാളി ഇതിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ കുതിരയെ ഞാൻ നൽകുന്നതാണെന്നും പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞു, ആ കടമ ഞാൻ നിറവേറ്റുന്നതാണ്. കാരണം കുതിര സവാരി ചെയ്ത് എനിക്ക് കൂടുതൽ നന്നായി പൊരുതാനാകും. അങ്ങനെ പിതാവും പുത്രനും ശത്രു സൈന്യത്തിൽ നുഴഞ്ഞു കയറുകയും ധൈര്യസമേതം യുദ്ധം ചെയ്യുകയും ചെയ്തു. അങ്ങനെ കാലിടറിയ മുസ്ലിം സൈന്യത്തിന് വീണ്ടും സ്ഥൈര്യം ലഭിച്ചു. അതുപോലെ സുബേദ ഗോത്രത്തലവനായ ഹജ്ജാജ് 500 ആളുകളുമായി പട നയിക്കുകയും മുസ്ലിങ്ങളെ പിന്തുടർന്നിരുന്ന ക്രിസ്ത്യാനി സംഘത്തെ തടയുകയും ചെയ്തു. മുസ്ലിം സൈന്യത്തിന്റെ വലതുപക്ഷത്തുള്ള അസദ് ഗോത്രം യുദ്ധാരംഭം മുതൽ തന്നെ സ്ഥൈര്യം കാഴ്ചവെച്ചിരുന്നു. ക്രിസ്ത്യാനികൾ അവർക്ക് മേൽ സർവശക്തിയും ചെലുത്തിയെങ്കിലും അവർ പർവ്വത സമാനം അടിയുറച്ച് നിലകൊണ്ടു. യുദ്ധം എത്രത്തോളം കൊടുമ്പിരി കൊണ്ടിരുന്നു എന്നാൽ 4 ഭാഗത്തും നിന്നും സൈനികരുടെ കൈകാലുകൾ വെട്ടിവീഴ്ത്തപ്പെട്ടിട്ടും അവരുടെ സ്ഥൈര്യത്തിന് ഒരു കുലുക്കവും സംഭവിച്ചില്ല. ഗോത്രത്തലവനായിരുന്ന അംർ ബിൻ തുഫൈൽ നിരന്തരം വാൾപ്പയറ്റ് നടത്തുകയും തന്റെ ഗോത്രക്കാരെ ഇങ്ങനെ പറഞ്ഞ് ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലയോ അസദ്കാരെ, നിങ്ങൾ കാരണം യുദ്ധ പോരാളി മുസ്ലിങ്ങൾക്ക് കളങ്കം ഉണ്ടാകാതെ നിങ്ങൾ നോക്കണം. 9 വലിയ വലിയ യുദ്ധ പോരാളികൾ അദ്ദേഹത്തിന്റെ കരങ്ങളാൽ അവിടെ വധിക്കപ്പെടുകയും അവസാനം അദ്ദേഹം സ്വയം ഷഹീദാകുകയും ചെയ്തു. ഹജറത്ത് ഖാലിദ് തന്റെ സൈന്യത്തെ പിറകിൽ നിർത്തിയതായിരുന്നു. പൊടുന്നനെ അദ്ദേഹം അണികൾ ഭേദിച്ച് മുന്നോട്ട് കുതിക്കുകയും ശക്തമായ കടന്നാക്രമണം നടത്തി റോമക്കാരുടെ അണികളെ താളം തെറ്റിക്കുകയും ചെയ്തു. അബൂ ജഹലിന്റെ മകനായിരുന്ന ഇക്രിമ തന്റെ കുതിരയുമായി മുന്നോട്ടാഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ക്രിസ്ത്യാനികളെ, ഒരു കാലത്ത് ഞാൻ കുഫറിന്റെ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരെ യുദ്ധം ചെയ്തിരുന്നു. എന്നിരിക്കെ നിങ്ങളുമായി പൊരുതുന്നതിൽ നിന്നും എന്റെ കാലുകൾ പിറകോട്ടടിക്കുമോ? ഒരിക്കലുമില്ല. അതും പറഞ്ഞ് അദ്ദേഹം തന്റെ സൈന്യത്തിന് നേരെ മുഖം തിരിച്ചു കൊണ്ട് ചോദിച്ചു, മരിക്കാൻ തയ്യാറാണ് എന്ന പേരിൽ എന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യാൻ ആരാണ് തയ്യാർ? സിറാർ ബിൻ അസദ് അടക്കം 400 പേർ മരണത്തിന് മേൽ ബയ്യത്ത് ചെയ്യുകയും വളരെ സ്ഥൈര്യത്തോടെ പൊരുതുകയും ഏതാണ്ട് എല്ലാവരും അവിടെ തന്നെ തുണ്ടം തുണ്ടമായി വീഴപ്പെടുകയും ചെയ്തു. വധിക്കപ്പെട്ടവരുടെ ശവകൂമ്പാരത്തിൽ നിന്നും ഇക്രിമയെ പിന്നീട് കണ്ടെത്തുകയുണ്ടായി. അല്പം ശ്വാസം മാത്രമായിരുന്നു അദ്ദേഹത്തിൽ അവശേഷിച്ചിരുന്നത്. ഖാലിദ് അദ്ദേഹത്തിന്റെ ശിരസ് തന്റെ മടിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തൊണ്ടയിലേക്ക് ഒരു തുള്ളി വെള്ളം ഇറ്റിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു ആണ്, നമ്മൾ ഷഹീദായി മരിക്കുകയില്ലെന്ന ഉമറിന്റെ ധാരണ തെറ്റിയിരിക്കുന്നു. അങ്ങനെ ഇക്രിമയും കൂട്ടരും വധിക്കപ്പെട്ടെങ്കിൽ കൂടി റോമക്കാരുടെ 1000ങ്ങളെ അവർക്ക് കൊന്നൊടുക്കാൻ സാധിക്കുകയുണ്ടായി. തുടർന്നുണ്ടായ ഖാലിദിന്റെ ആക്രമണവും റോമക്കാരുടെ ശക്തി ക്ഷയിപ്പിച്ചു. ഒടുക്കം അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഖാലിദ് അവരെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ സൈന്യാധിപനായ ദുരഞ്ജാറിന്റെ അടുത്തെത്തുകയും ചെയ്തു. ദുരഞ്ജാർ റോമൻ ഓഫീസർമാരും അയാളുമെല്ലാം തങ്ങളുടെ കണ്ണുകൾ തൂവാല കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം യുദ്ധവിജയം കാണാൻ സാധിച്ചില്ലെങ്കിൽ കൂടി പരാജയം ഏറ്റുവാങ്ങുന്നത് കാണാൻ ഞങ്ങൾക്കിടവരരുത് എന്ന് അവർ കരുതിയിരുന്നു. അതേ സമയത്ത് തന്നെ
സൈന്യത്തിന്റെ വലതുഭാഗത്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്നു. റോമൻ സൈന്യത്തിന്റെ വലതുപക്ഷത്തിന്റെ പടനായകനായിരുന്ന ഇബ്നു കനാത്തിർ ഇസ്ലാമിക സൈന്യത്തിന്റെ വലതുഭാഗത്തെ കടന്നാക്രമിക്കുകയുണ്ടായി. ദൗർഭാഗ്യവശാൽ അതിലുണ്ടായിരുന്ന ഏറിയ പങ്കും ലഹം മിഖ്സാൻ ഗോത്രക്കാരായിരുന്നു. അവർ സിറിയയുടെ പ്രാന്തങ്ങളിൽ അധിവസിക്കുന്നവരായിരുന്നു. അവർ കുറെ കാലം റോമക്കാർക്ക് കപ്പം നൽകുന്നവരായിരുന്നു. റോമക്കാർക്ക് ടാക്സ് നൽകുന്നവരായതിനാൽ അവരെക്കുറിച്ച് അവരുടെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. അതിന്റെ പരിണിതഫലമായി ആദ്യ ആക്രമണത്തിൽ തന്നെ അവരുടെ കാലിടറി. അവർ മുസ്ലിങ്ങളായി തീർന്നിരുന്നു. എന്നിട്ടും അവർക്ക് ആ പഴയ ഭയം അവരിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭയചകിതരായി നിൽക്കക്കള്ളിയില്ലാത്തവരായി മാറി. എന്തായാലും അവരുടെ ഓഫീസർമാർ വളരെയധികം ധൈര്യം പ്രദർശിപ്പിക്കുകയുണ്ടായി. അവരങ്ങനെ ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ അതോടെ ആ യുദ്ധത്തിന് തീരുമാനമായേനെ. റോമക്കാർ പിന്തിരിഞ്ഞോടിയവരെ പിന്തുടർന്ന് കൊണ്ട് കൂടാരങ്ങളുടെ അടുത്തേക്ക് ചെന്നെത്തി. സ്ത്രീകൾ ആ അവസ്ഥ കണ്ട് ചാടിപ്പുറപ്പെടുകയും അവരുടെ വീരശൂരത്വം ക്രിസ്ത്യാനികളുടെ മുന്നേറ്റത്തെ തടയുന്നതിന് ഫലം ചെയ്യുകയും ചെയ്തു. സൈന്യത്തിന് ധൈര്യക്ഷയം സംഭവിച്ചിരുന്നെങ്കിൽ കൂടി ഓഫീസർമാരായ കബാസ് ബിൻ അഷ്യം, സയ്യിദ് ബിൻ സെയ്ദ്, യസീദ് ബിൻ അബി സുഫിയാൻ, അമ്ര ബിൻ ആസ്, ഷുറൈബ് ബിൻ ഹസന എന്നിവർ അവർക്ക് അടിക്കടി ധൈര്യവും ഊർജവും പകർന്നുകൊണ്ടിരുന്നു. കബാസിന്റെ കയ്യിൽ നിന്നും വാളുകളും കുന്തങ്ങളും തകർന്നു വീണുകൊണ്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ശൂരതയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിരുന്നില്ല. തന്റെ കയ്യിലുള്ള കുന്തം മുറിഞ്ഞു വീഴുമ്പോൾ യുദ്ധ മൈതാനത്ത് നിന്ന് പിന്തിരിയുകയാണെങ്കിൽ മരിച്ചുകൊണ്ട് മാത്രമേ പിന്തിരിയുകയുള്ളൂ എന്ന് അള്ളാഹുവിനോട് ശപഥം ചെയ്ത ഈ വ്യക്തിക്ക് ആയുധം തരാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു. ജനങ്ങൾ അത് കേട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് അവരുടെ വാളോ കുന്തമോ കൊണ്ടു കൊടുക്കുമായിരുന്നു. അദ്ദേഹം വീണ്ടും സിംഹത്തെ പോലെ ശത്രുക്കൾക്ക് മേൽ ചാടി വീഴുകയും ചെയ്തിരുന്നു. അബുൽ ആവർ കുതിരപ്പുറത്ത് നിന്നും ചാടി തന്റെ സൈന്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ക്ഷമയും സ്ഥൈര്യവും മുഖേന ഈ ലോകത്ത് അന്തസ് ലഭിക്കുകയും പരലോകത്ത് കാരുണ്യം കരഗതമാകുകയും ചെയ്യുന്നതാണ്. ഈ സമ്പത്ത് കൈമോശം വരാതെ നിങ്ങൾ സൂക്ഷിക്കുക. സയ്യിദ് ബിൻ സെയ്ദ് കോപത്താൽ മുട്ടും കുത്തി നിൽപ്പായിരുന്നു. റോമക്കാർ അദ്ദേഹത്തിന് നേരെ വന്നപ്പോൾ അദ്ദേഹം സിംഹത്തെ പോലെ ചാടി വീഴുകയും അവരുടെ മുൻഭാഗത്തെ ഓഫീസറിനെ തന്നെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. മുആവിയയുടെ സഹോദരനായ യസീദ് ബിൻ അബി സുഫിയാൻ വളരെ സ്ഥൈര്യത്തോടെ പൊരുതുകയായിരുന്നു. യാദൃശ്ചികമായി സൈന്യത്തിന് ആവേശം പകർന്നുകൊണ്ടിരുന്ന അബു സുഫിയാൻ അദ്ദേഹത്തിന്റെ അടുക്കലും എത്തി. തന്റെ മകനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു: എന്റെ മകനെ, യുദ്ധ മൈതാനത്ത് ഇപ്പോൾ ഓരോരോ സൈനികരും തന്റെ വീരശൂര പരാക്രമങ്ങൾ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നീയാണെങ്കിൽ പടത്തലവനാണ്. അതുകൊണ്ട് തന്നെ പടയാളികളെക്കാളും കൂടുതലായി നീ ധൈര്യം കാഴ്ചവെക്കേണ്ടതുണ്ട്. നിന്റെ സൈന്യത്തിലുള്ള ഒരാൾ പോലും ഈ മൈതാനത്ത് നിന്നെ കവച്ചു വെച്ചാൽ അത് നിനക്ക് ലജ്ജാവഹമായി തീരുന്നതാണ്. ഷുറാബീലിന്റെ അവസ്ഥ ഇതായിരുന്നു. റോമക്കാർ അദ്ദേഹത്തെ 4 ഭാഗത്തു നിന്നും വളഞ്ഞിരുന്നു. അദ്ദേഹം അവരുടെ മധ്യത്തിൽ പർവ്വത സമാനം തലയെടുപ്പോട് കൂടി നിലകൊള്ളുകയും ഈ ഖുറാനിക വചനം ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു: ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂൻ. അതായത് തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്നും അവർക്ക് സ്വർഗമുണ്ടായിരിക്കും എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇതും പറഞ്ഞതിനു ശേഷം അദ്ദേഹം അള്ളാഹുവിനോട് വ്യാപാരം നടത്തുകയും അള്ളാഹുവിന്റെ സമീപത്ത് തങ്ങളുടെ ഭവനം ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ആ ശബ്ദം കേട്ടവരൊക്കെ വികാരാധീനരായി തിരിച്ചു വരികയും കാലിടറിയ സൈന്യം വീണ്ടും നിയന്ത്രണ വിധേയമാകുകയും ചെയ്തു. ഷുറാബീൽ അവരെ കൂട്ടി സധൈര്യം പൊരുതുകയും യുദ്ധമുന്നേറ്റം നടത്തിയിരുന്ന റോമൻ സൈന്യത്തെ ഒന്നടങ്കം തടയുകയും അതേസമയം സ്ത്രീകൾ കൂടാരങ്ങളിൽ നിന്നും പുറത്തു വന്ന് സൈന്യത്തിന്റെ പിറകുവശത്ത് അണിനിരന്ന് മൈതാനത്തിൽ നിന്നും പിറകോട്ടടിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഈ മുഖം കാണിക്കേണ്ട എന്ന് അവരോട് മുസ്ലിങ്ങളോട് ഉറക്കി വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. യുദ്ധത്തിന്റെ 2 തട്ടുകളും ഏതാണ്ട് തുല്യമായിരുന്നു. എന്നാൽ റോമക്കാരുടെ തട്ടായിരുന്നു വിജയത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ഭാര്യമേറിയിരുന്നത് എന്ന് വേണം പറയാൻ. പൊടുന്നനെ കൈസ് ബിൻ ഹുവൈറ പിറകിൽ നിന്നും മുന്നോട്ട് കുതിച്ചു. അദ്ദേഹത്തെ ഖാലിദ് സൈന്യത്തിന്റെ ഒരു ഭാഗം നൽകി ഇടതുപക്ഷത്തിന്റെ പിറകുവശത്ത് നിയമിച്ചതായിരുന്നു. അദ്ദേഹം മിന്നലാക്രമണം നടത്തുകയും റോമൻ പടനായകർ പരമാവധി ശ്രമിച്ചെങ്കിലും അവരുടെ സൈന്യം ചിതറിപ്പോവുകയും ചെയ്തു. അണികളെല്ലാം ക്രമം തെറ്റുകയും ഭയന്ന് പിറകോട്ടടിക്കുകയും ചെയ്തു. അതേസമയം തന്നെ മധ്യഭാഗത്ത് നിന്ന് സയ്യിദ് ബിൻ സെയ്ദ് മുന്നോട്ട് വന്ന് ആക്രമിച്ചു. റോമക്കാർ വളരെ ദൂരം പിറകോട്ടടിച്ചു പോയി. ഏതുവരെ എന്നാൽ മൈതാനത്തിന്റെ അറ്റത്തുള്ള വെള്ളച്ചാൽ വരെ അവർ എത്തിച്ചേർന്നു.
കുറച്ചു സമയം കൊണ്ട് ആ ചാൽ അവരുടെ ശവങ്ങളാൽ നിറഞ്ഞു കവിയുകയും മൈതാനം പൂർണ്ണമായും കാലിയാകുകയും ചെയ്തു. അപ്രകാരം അള്ളാഹു മുസ്ലിങ്ങൾക്ക് ആ സുപ്രധാന യുദ്ധത്തിൽ മഹത്തായ വിജയം നൽകുകയുണ്ടായി. ആ യുദ്ധത്തിലുള്ള ഒരു സംഭവം പ്രത്യേകം സ്മരണാർഹമാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് വളരെ ധീരശൂര പരാക്രമിയായിരുന്ന അബ്ബാസ് ബിൻ ഖൈസ് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയായിരുന്നു. ആ സമയത്ത് ആരോ അദ്ദേഹത്തിന്റെ കാൽപാദത്തിൽ വാളുകൊണ്ട് വെട്ടുകയും അത് അവിടെ മുറിഞ്ഞു വീഴുകയും ചെയ്തു. അബ്ബാസ് അക്കാര്യം അറിഞ്ഞതുപോലുമില്ല. അല്പസമയത്തിന് ശേഷം പരിസരബോധം വീണ്ടെടുത്തപ്പോൾ തന്റെ കാൽപാദം എവിടെയെന്ന് അദ്ദേഹം തിരിഞ്ഞു നടക്കുകയായിരുന്നു. കാലിന് എന്താണ് പറ്റിയത് എന്ന് നോക്കുമ്പോൾ കാൽപാദം വെട്ടി മാറ്റിയ നിലയിൽ കാണുകയുണ്ടായി. കാൽപാദം ലഭിച്ചില്ല. അദ്ദേഹത്തിന്റെ ഗോത്രക്കാർ ആ സംഭവത്തെക്കുറിച്ച് എപ്പോഴും അഭിമാനത്തോടെ സ്മരിക്കുമായിരുന്നു. റോമക്കാരുടെ എത്ര പേർ മരണപ്പെട്ടു എന്ന എണ്ണത്തിൽ ഭിന്നതയുണ്ട്. തബരിയും അസദിയും എഴുതിയിട്ടുണ്ട്. അസദി 1,00,000 മുകളിൽ റോമക്കാർ മരണപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. ബിലാസരി 70,000 പേർ മരിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നും 3,000 നഷ്ടമാണ് ഉണ്ടായതെന്നും എഴുതിയിട്ടുണ്ട്. അതിൽ ഇക്രിമ, സിറാർ ബിൻ അസ്ഹർ, ഹിഷാം ബിൻ ആസി, അബാൻ ബിൻ സെയ്ദ് എന്നിവരുമുണ്ട്. കൈസർ അന്താക്കിയയിലായിരുന്നു. പരാജയത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തി. പുറപ്പെട്ടപ്പോൾ സിറിയയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി പറഞ്ഞു, അല്ലയോ ഷാം, അൽവിദ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. ഹദ്രത്ത് അബൂബൈദ ഹദ്രത്ത് ഉമറിന് വിജയത്തിന്റെ സന്തോഷ വാർത്തയെക്കുറിച്ചുള്ള കത്തെഴുതി ഒരു സംഘത്തെയും അയച്ചു. അതിൽ ഹുസൈഫ ബിൻ യമാനും ഉണ്ടായിരുന്നു. ഹദ്രത്ത് ഉമർ യർമൂക്ക് യുദ്ധത്തിന് വിവരം കാത്തിരുന്നു. കുറെ ദിവസം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വിജയത്തിന്റെ വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം സുജൂദിലേക്ക് വീണു. അള്ളാഹുവിന് നന്ദി പറഞ്ഞു. ഹോംസിൽ നിന്നും യർമൂക്കിലേക്ക് ഇസ്ലാമിക സൈന്യത്തിന് താൽക്കാലികമായി പോകേണ്ടി വന്നിരുന്നു. അപ്പോൾ അവരിൽ നിന്നും വാങ്ങിയ ജിസിയ അവർക്ക് തിരികെ നൽകി. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, സഹാബാക്കൾ റോമൻ ഭരണകൂടത്തെ എതിരിട്ടുകൊണ്ട് മുന്നേറി ക്രിസ്ത്യാനികളുടെ മതകേന്ദ്രമായ ജെറൂസലേം കൈയടക്കുകയുണ്ടായി. പിന്നീട് വീണ്ടും മുന്നോട്ട് ഗമിക്കുവാൻ തുടങ്ങിയപ്പോൾ ക്രൈസ്തവർ തങ്ങളുടെ മതകേന്ദ്രം, പുണ്യകേന്ദ്രം മുസ്ലിങ്ങൾ കൈയടക്കിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവിടെ നിന്നും മുസ്ലിങ്ങളെ പുറത്താക്കാൻ അവസാന പരിശ്രമം നടത്തി. കഠിനമായി പരിശ്രമിച്ചു. 4 ഭാഗത്തേക്കും മതപരമായ ജിഹാദിനെ കുറിച്ച് അവർ ആഹ്വാനം നടത്തി. ക്രിസ്ത്യരിൽ മതപരമായ ഒരു ആവേശം ജനിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സൈന്യത്തെ നേരിടാനായി വലിയൊരു സൈന്യത്തെ അവർ സജ്ജീകരിക്കുകയുണ്ടായി. അവരുടെ ഈ വമ്പിച്ച നീക്കം കണ്ടുകൊണ്ട് അംഗബലത്തിൽ തുലവും കുറവായ മുസ്ലിങ്ങൾ താൽക്കാലികമായി പിന്തിരിയാൻ തന്നെ തീരുമാനിച്ചു. ഇസ്ലാമിക സൈന്യാധിപൻ ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന് ഇങ്ങനെ എഴുതി അറിയിച്ചു, ശത്രുക്കളുടെ അംഗസംഖ്യ വളരെ വലുതും നമ്മുടെ അംഗബലം വളരെ കുറവുമാണ്. അതിനാൽ ഈ അവസ്ഥയിൽ അവരെ നേരിടുക എന്നത് നമ്മുടെ സൈന്യത്തെ നശിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും, സ്വയം നാശത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിരിക്കും. ആയതിനാൽ താങ്കൾ അനുവാദം നൽകുകയാണെങ്കിൽ യുദ്ധ ക്രമീകരണം ചെയ്യുന്നതിനും യുദ്ധമുന്നണിയെ കുറയ്ക്കുന്നതിനും സൈന്യത്തെ പിൻവലിക്കാവുന്നതാണ്. അങ്ങനെ വിശാലമായി കിടക്കുന്ന എല്ലാ സൈന്യത്തെയും ഒരുമിച്ച് കൂട്ടി ശക്തമായി മുന്നേറാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിനോട് താങ്കൾ ഇവിടെ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ അനുവാദം നൽകുന്ന അവസ്ഥയിൽ ഈ വിജയിച്ചടക്കിയ സ്ഥലങ്ങളിലെ ജനങ്ങളിൽ നിന്നും സ്വരക്കൂട്ടിയ ജിസിയെ സംബന്ധിച്ച് എന്താണ് കൽപ്പനയുള്ളത് എന്നും കൂടി എഴുതി ചോദിച്ചു. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി നൽകി, യുദ്ധമുന്നണിയെ ചെറുതാക്കുന്നതിനും ഇസ്ലാമിക ശക്തിയെ ഏകോപിപ്പിക്കുന്നതിനും സൈന്യത്തെ പിൻവലിക്കൽ ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമല്ല. എന്നാൽ ഈ സ്ഥലങ്ങളിലെ ജനങ്ങളിൽ നിന്നും ഇസ്ലാമിക സൈന്യം അവരെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് നികുതി സ്വരൂപിച്ചിരിക്കുന്നത്. ഇസ്ലാമിക സൈന്യം പിൻവലിയുന്ന പക്ഷം ഈ സ്ഥലങ്ങളുടെ സംരക്ഷണം സൈന്യത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം. അതിനാൽ അവരിൽ നിന്നും സ്വരൂപിച്ച മുഴുവൻ നികുതിയും അവരെ തന്നെ തിരിച്ചേൽപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഇസ്ലാമിക സൈന്യാധിപൻ ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഈ കൽപ്പന ലഭിച്ചപ്പോൾ അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെയും കച്ചവടക്കാരെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചു അവർക്ക് ടാക്സ് എല്ലാം തന്നെ തിരിച്ചു നൽകി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇസ്ലാമിക സൈന്യം നിങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന നിബന്ധനയിലാണ് നിങ്ങളിൽ നിന്നും ഈ പണം വാങ്ങിയിരുന്നത്. എന്നാൽ ശത്രുക്കൾക്കെതിരായി ഞങ്ങൾ ബലഹീനരാണെന്ന് മനസ്സിലാക്കി കുറച്ചു സമയത്തേക്ക് ഇവിടെ നിന്നും പിൻവലിയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ സാധ്യമല്ലാത്തതിനാൽ ഈ പണം ഞങ്ങളുടെ പക്കൽ വെക്കുന്നത് ഇനി ശരിയല്ല എന്നവർ പറഞ്ഞു. ഇത് ലോക ചരിത്രത്തിൽ ഒരു രാജാവും കാഴ്ചവെച്ചിട്ടില്ലാത്ത ഒരു അതുല്യ മാതൃകയായിരുന്നു. രാജാക്കന്മാർ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്നും പിന്മാറുമ്പോൾ അവിടെ നിന്നും സ്വരൂപിച്ച ടാക്സ് തിരിച്ചു നൽകുന്നത് പോട്ടെ, മറിച്ച് ആ പ്രദേശത്തെ കൂടുതലായി
കട്ടുമുടിക്കുകയാണ്, കൊള്ളയടിക്കുകയാണ് ചെയ്യാറ്. ഇനി ഈ പ്രദേശം മറ്റുള്ളവരുടെ കൈകളിൽ വന്നു ചേരുന്നതിനാൽ കഴിയുന്നത്ര ഇവിടെ നിന്നും പ്രയോജനം ഉൾക്കൊള്ളുക എന്നായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുക. കൂടാതെ അവർക്ക് ഭാവിയിൽ അവിടെ തുടരേണ്ടതില്ലാത്തതിനാൽ അപകീർത്തരാവും എന്ന ഭയവും അവർക്കുണ്ടാകുമായിരുന്നില്ല. ഇനി നല്ല നിലയിലുള്ള മാന്യമായ നിലയിലുള്ള വ്യവസ്ഥാപിതമായ ഭരണകൂടമാണെങ്കിൽ ഏറി വന്നാൽ കൂടുതൽ കൊള്ളയടിക്കാൻ നിൽക്കാതെ മൗനം പാലിച്ചുകൊണ്ട് അവിടെ നിന്നും മിണ്ടാതെ കടന്നു കളയുകയാണ് പതിവ്. എന്നാൽ മുസ്ലിം സൈന്യം കാഴ്ചവെച്ച മാതൃക ലോകം സൃഷ്ടിക്കപ്പെട്ടതു മുതൽ ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം വരെ മറ്റെവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് ശേഷമുള്ള കാലഘട്ടത്തെയും കൂടി പരിഗണിച്ചാൽ പോലും വിജയികൾ ചില പ്രദേശങ്ങളിൽ നിന്നും പിന്മാറുമ്പോൾ അവരിൽ നിന്നും വാങ്ങിയ നികുതിയും മറ്റും കൈയടക്കിയ വസ്തുക്കളും എല്ലാം തന്നെ തിരിച്ചു നൽകിയതായ ഒരൊറ്റ മാതൃക പോലും നമുക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല. ക്രൈസ്തവരെ ഇക്കാര്യം എത്രമാത്രം സ്വാധീനിച്ചു എന്നാൽ അവരുടെ മതത്തിൽ തന്നെ പെട്ട സൈനിക നേതാക്കന്മാരും അഫ്സറുകളും തുടങ്ങിയവരുമെല്ലാം അടങ്ങിയ ഒരു സൈന്യം, അവരുടെ തന്നെ സൈന്യം മുന്നോട്ട് വരുന്നുണ്ടായിരുന്നിട്ട് കൂടി, ആ സൈനികരെല്ലാം അവരുടെ തന്നെ സഹോദരന്മാരായിരുന്നിട്ടും കൂടി, അതുപോലെ ഈ യുദ്ധത്തെ ക്രൈസ്തവരുടെ വിശുദ്ധ മതയുദ്ധമായി കണക്കാക്കപ്പെട്ടിട്ട് കൂടി അവരുടെ മതകേന്ദ്രം ക്രൈസ്തവരുടെ കയ്യിൽ നിന്ന് മുസ്ലിങ്ങളുടെ കയ്യിൽ അകപ്പെടുകയും ഇപ്പോൾ അതിൽ നിന്നും സ്വതന്ത്രരാകുന്ന സ്വപ്നം കാണുന്നവരായിട്ട് കൂടി, അതായത് മുസ്ലിങ്ങളിൽ നിന്നും തിരിച്ചു കിട്ടും എന്ന സ്വപ്നം കാണുന്നവരായിട്ട് കൂടി എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്നാൽ ക്രിസ്തീയ സ്ത്രീ പുരുഷന്മാർ അവരവരുടെ വീടിന് വെളിയിൽ വന്ന് മുസ്ലിം സൈന്യം തിരിച്ചു വരണമെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയുണ്ടായി. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന് ചരിത്രത്തിൽ നല്ല അവഗാഹമുണ്ടായിരുന്നു. ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചിട്ട് തന്നെ ആയിരിക്കും ആ സൈന്യം അവിടെ നിന്നും തിരിച്ചു വന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. അതുപോലെ തന്നെ അവർക്ക് ആ ടാക്സ് ഒക്കെ തിരിച്ചു നൽകിയതും ഉമറിന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയായിരിക്കും എന്നാണ് മുസ്ലിം മൗദ് റളിയല്ലാഹു കരുതുന്നത്. ഹദ്രത്ത് ഇക്രിമയെ കുറിച്ച് ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ യർമൂക്ക് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളുടെ ജീവൻ അപകടത്തിലായിരുന്നു. മുസ്ലിങ്ങൾ ഒരുപാട് പേർ വധിക്കപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങളുടെ മുഖ്യ കമാൻഡർ അബൂ ഉബൈദ ബിൻ ജറാഹ് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് എണ്ണത്തിൽ കുറവായാലും ശരി ശക്തമായി പൊരുതി റോമക്കാരിൽ ഭയവും ഭീതിയും പടർത്തുന്ന കുറച്ച് ധീര യോദ്ധാക്കന്മാരെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹദ്രത്ത് ഇക്രിമ അത് കേട്ട് മുന്നോട്ടേക്ക് വന്നു. എന്നിട്ട് അബൂ ഉബൈദയോട് ഇപ്രകാരം അപേക്ഷിച്ചു, എനിക്ക് എന്റെ ഇഷ്ടമനുസരിച്ച് കുറച്ച് ആളുകളെ തിരഞ്ഞെടുക്കുവാൻ അനുവദിക്കുക. ആ ആളുകളുമായി ശത്രുക്കളുടെ സൈന്യത്തിന്റെ ഹൃദയഭാഗത്ത് ഞാൻ കടന്നാക്രമിക്കുന്നതാണ്. അവരുടെ തലവനെ ഞാൻ വധിക്കാൻ ശ്രമിക്കുന്നതാണ്. ആ സമയത്ത് റോമക്കാരുടെ തലവൻ വളരെ ഊർജ്ജസ്വലതയോടെ യുദ്ധം ചെയ്യുകയായിരുന്നു. രാജാവ് അയാളോട് ഇപ്രകാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, അഥവാ അയാൾ മുസ്ലിങ്ങൾക്കെതിരിൽ വിജയം കൈവരിക്കുകയാണെങ്കിൽ തന്റെ മകളുമായി അയാളുടെ വിവാഹം നടത്തി തരുന്നതാണ് എന്ന് വാക്കു നൽകിയിരുന്നു. അതുപോലെ തന്റെ രാജ്യത്തിന്റെ പകുതി ഭാഗവും അയാൾക്ക് തീരെഴുതി കൊടുക്കും എന്നും വാഗ്ദാനം നൽകിയിരുന്നു. ഇത് കാരണം അയാൾ വളരെയധികം ആവേശത്തിലായിരുന്നു. തന്റെ സ്വന്തം സൈന്യത്തെയും രാജാവിന്റെ സൈന്യത്തെയും കൊണ്ട് മൈതാനത്തിൽ ഇറങ്ങിയതായിരുന്നു. അയാൾ സൈനികരോട് ഒരുപാട് പൈസ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം റോമൻ സൈനികരും ജീവൻ പണയം വെച്ച് യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. റോമൻ സൈന്യം മുസ്ലിങ്ങളെ ആക്രമിച്ചപ്പോൾ ആ തലവൻ സൈന്യത്തിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുകയായിരുന്നു. ഹദ്രത്ത് ഇക്രിമ 400 പേരെയും കൂട്ടി സൈന്യത്തിന്റെ ഹൃദയഭാഗത്ത് ആക്രമണം നടത്തി. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി ആ തലവനെ ആക്രമിച്ചു താഴേക്ക് വീഴ്ത്തി. ഏറ്റുമുട്ടാൻ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ അവർ ആകെ 400 പേരായിരുന്നു മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ യുദ്ധം എളുപ്പമായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം. ആ തലവനെ അവർ വധിച്ചു കളഞ്ഞു. അയാൾ മരണപ്പെട്ടത് കാരണം ശത്രു സൈന്യം ചിതറിപ്പോയി. എന്നാൽ ശത്രുക്കൾ അവരുടെ മേൽ കുതിച്ചു ചാടി കുറച്ചു പേരൊഴികെ ബാക്കി എല്ലാവരും അവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഷഹീദാക്കപ്പെട്ടു. അവരിൽ 12 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മുസ്ലിം സൈന്യം വിജയിച്ചപ്പോൾ അവരെ തിരയാൻ വേണ്ടി, ഇക്രിമയുടെ സൈന്യത്തെ തിരയാൻ വേണ്ടി മുസ്ലിങ്ങൾ 4 ഭാഗത്തും അന്വേഷണം നടത്തി. അവിടെ പരിക്കേറ്റ് കിടന്ന 12 പേരിൽ ഹദ്രത്ത് ഇക്രിമയും ഉണ്ടായിരുന്നു.
ഒരു മുസ്ലിം സൈനികൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അദ്ദേഹം ഇക്രിമയോട് പറഞ്ഞു, ഇക്രിമ, എന്റെ പക്കൽ വെള്ളത്തിന്റെ ഒരു സഞ്ചിയുണ്ട്, താങ്കൾ കുറച്ച് വെള്ളം കുടിച്ചാലും. ഇക്രിമ മുഖം തിരിച്ച് നോക്കിയപ്പോൾ ഹദരത്ത് അബ്ബാസിന്റെ മകൻ ഫലിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഗുരുതരമായ പരിക്കുകളോടെ കിടക്കുകയായിരുന്നു. ഇക്രിമ പറഞ്ഞു, ഞാൻ കഠിന ശത്രു ആയിരുന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചവരും അവരുടെ മക്കളും വെള്ളം കുടിക്കാതെ മരണപ്പെടുകയും ഞാൻ വെള്ളം കുടിച്ച് ജീവിച്ചിരിക്കുകയും ചെയ്യുക എന്നത് എനിക്കൊരിക്കലും സഹിക്കാവുന്നതല്ല. എന്റെ മനസ്സ് അതിനെ ഒരിക്കലും അനുവദിക്കുകയില്ല. ആദ്യം അവരെ വെള്ളം കുടിപ്പിക്കുക. ഇനി വെള്ളം ബാക്കി വരികയാണെങ്കിൽ മാത്രം അതുമായി എന്റെ അടുത്തേക്ക് വരിക. അങ്ങനെ ആ മുസ്ലിം ഫലിലിന്റെ അടുക്കൽ പോയി. അദ്ദേഹം അടുത്ത പരിക്കേറ്റ ആളെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ആദ്യം എനിക്ക് അപ്പുറം കിടക്കുന്ന പരിക്കേറ്റ വ്യക്തിക്ക് വെള്ളം കൊണ്ടു കൊടുക്കുക. അദ്ദേഹമാണ് വെള്ളത്തിന് കൂടുതൽ അർഹൻ, എന്നെക്കാളും കൂടുതൽ അർഹൻ. അങ്ങനെ ഓരോരുത്തരും തങ്ങൾക്ക് ശേഷമുള്ള സൈനികരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ കൂട്ടാക്കാതെ മറ്റുള്ളവരുടെ പക്കലേക്ക് അയാളെ അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവരിൽ ആരും തന്നെ വെള്ളം കുടിച്ചില്ല. അങ്ങനെ അദ്ദേഹം അവസാനത്തെ പരിക്കേറ്റ ആളുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. ഇക്രിമയുടെ അടുക്കലേക്ക് അയാൾ തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹവും മരണപ്പെട്ടിരുന്നു. ഇതേ അവസ്ഥ തന്നെയായിരുന്നു മറ്റു പരിക്കേറ്റവരുടെ എല്ലാവരും മരണപ്പെട്ടിരുന്നു. ചുരുക്കത്തിൽ ഇതായിരുന്നു ആ യുദ്ധത്തിന്റെ പര്യവസാനം. അങ്ങനെ അള്ളാഹു അവർക്ക് യുദ്ധവിജയം നൽകിയുണ്ടായി. ചുരുക്കത്തിൽ ഈ വിവരണം ഇനിയും തുടരുന്നതാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വിവരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.